ഹയർ സെക്കൻഡറി +1 പ്രവേശന സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റും രേഖകളുമാണ് ഹാജരാക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. +1 പ്രവേശനത്തിന് എങ്ങനെ ഒരുങ്ങാം, പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്നതൊക്കെയുള്ള വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് നേരത്തെ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. എന്തൊക്കെ രേഖകളാണ്, സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് പ്രവേശന സമയത്ത് അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഹാജരാക്കേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് SLCയുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നാണ്. ഇപ്പം നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് റിസൾട്ട് നോക്കിയപ്പോഴുള്ള ഒരു കോപ്പി എടുത്തു വെക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊന്ന് TC ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആണ്. സ്വഭാവ സർട്ടിഫിക്കറ്റും TCയും സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്ത് വെക്കേണ്ടതാണ്. മറ്റൊന്ന് ബോണസ് പോയിന്റിന് അർഹതയുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ബോണസ് പോയിന്റിന് നിങ്ങൾ അർഹതയുണ്ടെങ്കിൽ NCC, അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാർ, ഒപ്പം ലിറ്റിൽ കൈറ്റ്സ്, സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്, അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെക്കണം. ഒപ്പം തന്നെ ടൈപ്പ് ബ്രേക്കിംഗ് പോയിന്റിന് വേണ്ടിയിട്ടുള്ള LSS, USS, NMMS, അതുപോലെ നമ്മുടെ കലോത്സവം, സ്പോർട്സ്, ശാസ്ത്രമേള, ക്ലബ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ റെഡ് ക്രോസ്, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ കോപ്പി നിങ്ങളുടെ കയ്യിൽ എടുത്തു വെക്കണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഹാജരാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ജാതി നമ്മുടെ സാമുദായിക സംവരണത്തിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണോ എന്നുള്ളതാണ് പല രക്ഷിതാക്കളും കുട്ടികളും ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് പ്രവേശന സമയത്ത് സ്റ്റേറ്റ് ബോർഡ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അത് ആവശ്യമില്ല. അതായത് നമ്മുടെ SLC ബുക്കിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ജാതി വെച്ചിട്ട് നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ OEC വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക്, അതുപോലെ OBH വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്കും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് അവരുടെ ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. OEC അതുപോലെ OBH കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ അതുപോലെ വിഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾ അത് കാണിക്കുന്ന 40% മിനിമം ഉണ്ട് എന്ന് കാണിക്കുന്ന മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുള്ളവർ മാത്രം ഉണ്ടാക്കേണ്ട സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ബോണസ് പോയിന്റ് ലഭിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അല്ലെങ്കിൽ താലൂക്ക്, ഇതിനൊക്കെ വെയിറ്റേജ് ഉണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേക സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല എന്നുള്ളത് ഓർമ്മിക്കുക. അത് നിങ്ങൾക്ക് SLC ബുക്കിലുള്ള നിങ്ങളുടെ അഡ്രസ്സ് നോക്കിയിട്ടാണ് അത് കൃത്യമായിട്ട് വിലയിരുത്തുന്നത്. അതിന് വേറെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. അത് മാറ്റമുണ്ടെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം നേരത്തെ SLC ബുക്കിലുള്ളതും ഇപ്പോഴും വ്യത്യാസമാണെങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റി സർട്ടിഫിക്കറ്റ് പ്രവേശന സമയത്ത് ഹാജരാക്കേണ്ടി വരും എന്നുള്ളതാണ് ഓർമ്മിക്കുന്നത്. കാരണം അതിന് വെയിറ്റേജ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും, SLC ബുക്കിലുള്ള വ്യത്യാസമാണെങ്കിൽ മാത്രം. അതോടൊപ്പം തന്നെ ജവാന്മാരുടെ മക്കളൊക്കെ നേരത്തെ പറഞ്ഞ വെയിറ്റേജ് ഉണ്ട്. നമ്മൾ നേരത്തെ ബോണസ് പോയിന്റ് അർഹത എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ നമ്മുടെ സൈനിക വെൽഫെയർ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. ജവാന്മാരുടെ മക്കൾ, അതുപോലെ തന്നെ ജവാന്മാർ ഡ്യൂട്ടി ഉണ്ടാകുമ്പോൾ മരിച്ചിട്ടുള്ള അവരുടെ മക്കൾ, അവരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ്. അതേപോലെ EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ അപേക്ഷിക്കുന്നവർ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക ജാതിയിലുള്ളവരുടെ റിസർവേഷനാണത് EWS. അതിന് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകുന്ന ഫോട്ടോ ഒട്ടിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് അതിന് ഹാജരാക്കണം. ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് പരമാവധി നമുക്ക് ആവശ്യമുള്ളത്. നോർമലി ഞാൻ പറഞ്ഞു, SLC സർട്ടിഫിക്കറ്റ്, TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, ഒപ്പം തന്നെ ബോണസ് പോയിന്റിനോ ടൈം ബ്രേക്കിംഗ് പോയിന്റിനോ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ഹാജരാക്കേണ്ടത്. ഇതൊക്കെ തയ്യാറാക്കി വെക്കുക. അപേക്ഷ സമയത്ത് തന്നെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രവേശനത്തിന് വളരെ എളുപ്പത്തിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കും എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.